അപ്പോൾ സാധാരണ ഒരു കാരണം ഒരാളെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റ് മേക്കുമ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനോടൊക്കെ സജസ്റ്റ് ചെയ്ത് അവർ സ്കിന്നിനനുസരിച്ചുള്ള ഒരു പ്രോഡക്റ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അത് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യാന്നല്ല. ഇപ്പൊ കമ്പനികളുണ്ട്, നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനികൾ വരുവാണെങ്കിൽ അവർ തന്നെ ട്രെയിൻ ചെയ്ത് അവർ തന്നെ ആ ഒരു സ്റ്റോൾ, ഇപ്പൊ മാളുകളിലൊക്കെ സ്റ്റോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ തന്നെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനേക്കാളും ആ ബ്രാൻഡ് സ്പെസിഫൈ ചെയ്ത് ആ ബ്രാൻഡിന്റെ എന്താണ് അതിനകത്തുള്ള ഇത്, ഏത് സ്കിന്നാണ്, ഇന്ന സ്കിന്നിന് ഇത്, അതൊരു നമുക്ക് ഇപ്പൊ ഫേസിലാണെങ്കിൽ പല അൺഈവൻ ഉണ്ട്. അപ്പൊ നമ്മൾ പല ഒരു നമുക്കിപ്പം ഫെയർ, മീഡിയം, എക്സ്ട്രാ ഫെയർ, ഡസ്കി, ഡാർക്ക്, അങ്ങനെ പല സ്കിൻ ടോണിലുള്ള പ്രോഡക്റ്റുകൾ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു അജ്ഞത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിച്ച് അത് ഫേസിലിടുക, അങ്ങനെയല്ലാതെ എന്താണോ അവരവരുടെ സ്കിൻ ടോൺ അത് ചൂസ് ചെയ്ത്, അപ്പോൾ ഒരു ബ്രാൻഡഡ് ഒരു നമ്മളൊരു മോളിൽ ചെന്ന് നോക്കുകയാണെങ്കിൽ ആ കമ്പനിയുടെ ആ ഒരു ട്രെൻഡ് ആയിട്ടുള്ള ആൾക്കാർ അത് സ്കിന്നിൽ ഇട്ടിട്ട്, നമ്മളിപ്പോൾ കയ്യിലല്ല, സ്കിന്നും അതായത് ഫേസും ഹാൻഡുമായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ സ്കിന്നിൽ ഇട്ടിട്ട് കറക്റ്റ് ആയിട്ട് നമ്മളും ഒന്ന് നോക്കണം, അവരും ഒന്ന് നോക്കിയിട്ട് കറക്റ്റ് അതേ ഒരു സ്കിൻ ടോണിലുള്ളത് ഇടുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന കൂടുതലായിട്ട് ആളുകൾ ചൂസ് ചെയ്യുന്നത്, അങ്ങനെയാണ്. പിന്നെ